ഈ ക്ലാസ് കേൾക്കുന്നതിലൂടെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മുതിർന്നവർക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് നമ്മുടെ മക്കളെ നമുക്ക് തന്നെ മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കാനും പറ്റിയ രൂപത്തിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഖത്മുൽ ഖുർആൻ്റെ 82ാമത്തെ ക്ലാസ്സാണ്. സൂറത്തുൽ അഅറാഫിൻ്റെ 154ാമത്തെ ആയത്ത് മുതൽ. കാണുന്നവരൊക്കെ ഖുർആൻ മറിക്കുക, അതിലേക്ക് നോക്കുക, സ്ക്രീനിലേക്ക് നോക്കാൻ കഴിയുന്നവർ അങ്ങനെയും നോക്കുക. നമ്മുടെ എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങൾക്കുണ്ടാകും ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടെ താല്പര്യമുള്ളവരൊക്കെ താഴെയുള്ള നമ്പറിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ പാരായണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾക്കുണ്ടാവുന്ന രൂപത്തിലുള്ള അത് തീർക്കാവുന്നതുമാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولما سكت عن موسى الغضب أخذ الألواح. എപ്പോഴും പറയുന്നത് പോലെ ശബ്ദുള്ള നൂന് ശബ്ദുള്ള മീമ് അത് കണ്ട പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ഒന്നും നോക്കണ്ട, അവിടെ മണിക്കുക. വലം മണിക്കെന്ന് പറയാം. വലമ്മ പോരാ. വലമ്മ സകത അൻ മൂസൽ ഗളബ്. അൻ മൂസൽ ഗളബ്. നമ്മുടെ നിയമങ്ങൾ ഒരു ഒറ്റ നോട്ടത്തിൽ ഒന്ന് നമുക്ക് ഓർത്തു നോക്കാം. സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം എന്ന് പറയുമ്പോൾ അം മൂസ എന്ന് കണ്ടില്ലേ? അവിടെ നൂനാണ് വന്നിട്ടുള്ളത് അല്ലേ? ഒരു നൂന് വന്നിട്ടുണ്ട്. നൂനിന് ഒന്നില്ലെങ്കിൽ പിന്നെ സുക്കൂനാണ്. സുക്കൂൻ്റെ ചിഹ്നം ഉണ്ടായാലും ഇല്ലെങ്കിലും സുക്കൂനാണ്. അതിൻ്റെ നേരെ ശേഷമുള്ള അക്ഷരം ഏതാണ്? മീമാണ്. ഇവിടെ ഇപ്പം മീമാണ് വന്നിട്ടുള്ളത് അല്ലേ? മീമാണ് വന്നത്. നൗമി, നൂന്, വാവ്, മീമ്, നമ്മളെ ചാർട്ടിലേക്ക് നോക്കിയാൽ തിരിയും. ആ ശേഷമുള്ള അക്ഷരം മീമാണെങ്കിൽ നൂനിനെ എന്ത് ചെയ്യണം? നൂനിനെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കുകയും മണിക്കുകയും ചെയ്യുക. അപ്പോൾ അൻ മൂസ എന്ന് പറയരുത്. അം മൂസൽ ഗളബ്. നൂനിനെ മീമിനെ കൊടുത്തു. പിന്നെ നൂന് പിന്നെ അവിടെ ഇല്ല, മീമിന് കൊടുത്തു. മീമ് മണിക്കുക. നൂന് ഇല്ലാന്ന്. അപ്പൊ നൂന് പറയാൻ തന്നെ പാടില്ല. അവിടെ പിന്നെ ഒരു ചെറിയൊരു ഇതെങ്കിലും വരാൻ പാടില്ല. മീമ് മണിക്കുക. മണിക്കേണ്ട 4 അക്ഷരമാണ് നൂന്, വാവ്, മീമ്, യ. അതിൽപ്പെട്ടതാണ് മീമ്. നൂനിന്റെ ശേഷമുള്ള അക്ഷരം ബ ആണെങ്കിൽ, ബ വന്നാൽ നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കുക അല്ലേ? നൂനിന്റെ സ്ഥാനത്ത് മീമ് കൊടുക്കുക. അപ്പൊ പിന്നെ നൂന് പറയാതെ മീമാണ് അവിടെ പറയേണ്ടത്. നൂനിന് പകരം മീമാണ് പറയേണ്ടത്. ഇനി ആ നൂനിന്റെ ശേഷം ഇപ്പൊ ഈ ഉദാഹരണത്തിന് മൂസ എന്നുള്ളിടത്ത് എന്താണ്? നൂനിന് പകരം ലാമോ റോ ആണ് വന്നതെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ എന്ത് ചെയ്യുക? അങ്ങനെ ജസ്റ്റ് ഒന്ന് കേൾക്കുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെ നമ്മളിങ്ങനെ ക്ലാസ് നിരന്തരമായിട്ട് പ്രത്യേകിച്ച് തുടക്കം മുതലുള്ള ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ കേൾക്കുകയാണെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിങ്ങനെ മനസ്സിലാവും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തന്നെ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നൂനിൻ്റെ ശേഷം ലാമോ റാഓ വന്നതെങ്കിൽ ഇവിടെയും അങ്ങനെ തന്നെയാണ്. നേരെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കണ്ട. നേരെ കൂട്ടി യോജിപ്പിച്ചാൽ മതി. ഇവിടെ ഇപ്പം എന്ന് പറഞ്ഞു, അതാണ് മണിക്കല്. മണിക്കാതെ പറയാം ലാമോ റാഓ ആണെങ്കിൽ. ഇനി നൂനിൻ്റെ ശേഷം നൗമി, നൂന്, വാവ്, മീമ് പറഞ്ഞല്ലോ. ഹംസ, ഐന്, ഗൈന് ഈ 6 അക്ഷരമാണ് വന്നതെങ്കിൽ നൂന് വ്യക്തമായിട്ട് പറയാം. അൻ എന്ന് നൂന് വ്യക്തമായിട്ട് എങ്ങനെ സുക്കൂനോടുകൂടെ എങ്ങനെയാണ് പറയുക അതുപോലെ പറയാം. നൂനിൻ്റെ ശേഷം ഇവിടെ ഇപ്പം നൂനാണ്, നീ തൻവീന് വന്നാലും അങ്ങനെ തന്നെ നിയമം ഈ പറഞ്ഞ രൂപത്തിൽ തന്നെയാണ്. ഇതല്ലാത്ത ബാക്കി 15 അക്ഷരങ്ങൾ, ശേഷമുള്ള അക്ഷരം ഈ പറഞ്ഞ 13 അക്ഷരത്തിൽപ്പെട്ട അക്ഷരമല്ലാത്ത ബാക്കി 15 അക്ഷരങ്ങൾ വന്നാൽ ഏത് വന്നാലും അവിടെ മറച്ച് മണിക്കുക.
ഇഖ്ഫാ ചെയ്യണം. അപ്പൊ ഏകദേശം മനസ്സിലായല്ലോ അല്ലേ? ഇനി നമുക്ക് നോക്കാം. ولما سكت عن موسى الغضب أخذ الألواح وفي نسختها هدى ورحمة. അവിടെ കണ്ടില്ലേ, ഹുദൻ തൻവീനാണ്. നൂനോ തൻവീനോ രണ്ടാലൊന്നും മതി. ഇവിടെ ഹുദൻ എന്ന തൻവീന് വന്ന് കസർ, 2 ഫത്ത് വരും, 2 കസർ വരും, 2 ലൊമ്മ് വരും അല്ലേ? ഇവിടെ 2 ഫത്ഹാണ് വന്നിട്ടുള്ളത്. അപ്പൊ പിന്നെ തെൻവീനിന്റെ ശേഷം വാവ് വന്നു. ഹുദൻ വാ എന്ന് പറയരുത്, വാവാണ് മണിക്കുന്നത്. ഹുദവറഹ്മ, 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 ഹുദവറഹ്മത്തുൽ ലില്ലദീന ഹും വറഹ്മത്തുല്ലി. അവിടെ നേരത്തെ പറഞ്ഞു ലാമോ റ ആണ് വന്നതെങ്കിൽ നേരെ കൂട്ടി യോജിപ്പിച്ചാൽ മതി. വറഹ്മത്തുല്ലി, വറഹ്മത്തുല്ലി എന്ന് പറയണ്ട. വറഹ്മത്തുൽ ലില്ലദീന ഹും ലിറബ്ബിഹിം യർഹബൂൻ. ولما سكت عن موسى الغضب أخذ الألواح وفي نسختها هدى ورحمة للذين هم لربهم يرهبون. 155 വഖ്താറ മൂസ വാഖ്താർ എന്ന് വായിക്കുന്നത് വാ കഴിഞ്ഞുള്ള അലിഫ് വസലിൻ്റെ ഹംസയാണ്. ചിഹ്നമുള്ള അതിന് മുകളിൽ ചിഹ്നം കണ്ടില്ലേ, അത് വസലിൻ്റെ ഹംസത്തുൽ വസിലാണ്. കൂട്ടി വായിക്കുമ്പോൾ അത് പറയൂല. വഖ്താറ മൂസ ഖൗമഹു 70 റജുലൻ ലിമീഖാതിന റജുലൻ. തൻവീൻ വന്നു. തൻവീനിന്റെ ശേഷം വന്ന അക്ഷരത ലീ എന്നുള്ള ലാമാണ്. ലാമറ വന്നാൽ റജുലൻ ലിമീഖാതിന. ഫലം മണിക്കണം, അതിന്റെ പുറമെ നീട്ടലുണ്ട്. ആദ്യം മണിക്കുക, എന്നിട്ടാണ് നീട്ടേണ്ടത്. ഫലം മനസ്സിലായ നീട്ടാളം കോലം മനസ്സിലായി. ആദ്യം മണിക്കണം, ശബ്ദമുള്ള മീമായതുകൊണ്ട്. ഫലം قال رب لو شئت أهلكتهم من قبل അടല്ലേ ഇഖ്ഫാ ചെയ്യണം. നൂനിന്റെ ശേഷം ഖാഫാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇഖ്ഫായിന്റെ അക്ഷരമാണ്. അപ്പൊ എന്താ മിൻ ഖബ്ലു എന്ന് പറയുന്നത് മിഖബ്ലു എന്ന് പറയാ, അതും പറയാൻ പറ്റില്ല. രണ്ടിന്റെ ഇടയിലായിട്ട് മിൻ ഖബ്ലു വഇയ്യായ രണ്ടാമത്തെ യാ ആണ്. ആദ്യത്തെ യാ ആണ്, അതിന് ഫത്ത് ശബ്ദമുണ്ട്. രണ്ടാമത്തിന് പുള്ളിയില്ല. അപ്പൊ പിന്നെ യാ അല്ലേ ആണോ എന്ന് സംശയിക്കേണ്ടത് യാ തന്നെയാണ്. ഫത്ത് ഉണ്ട് അല്ലേ. വഇയ്യായ അതുഹ്ലികുനാ ബിമാ ഫഅല സുഫഹാഉ മിന്നാ. ശബ്ദമുള്ള നൂൻ അറിയാതെ ചില സ്ഥലങ്ങളിൽ മണിക്കും, ചില സ്ഥലങ്ങളിൽ മണിക്കാതെ പോകും. ഓട്ടോമാറ്റിക്കായിട്ട് ചിലത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് തന്നെ ശ്രദ്ധിക്കുക. ബിമാ ഫഅല സുഫഹാഉ മിന്നാ. അവിടെ നിർത്തുമ്പോൾ പിന്നെ മിന്നാ എന്ന് പറഞ്ഞ് നിർത്തണ്ട. നിർത്തുമ്പം സാധാരണ നീട്ടിൽ നീട്ടിയാൽ മതി. മത്ത് പിന്നെ നോക്കേണ്ട. فعل السفهاء منا. അവിടെ നിർത്തുന്നില്ല എങ്കിൽ بما فعل السفهاء منا إن هي إلا فتنتك تضل بها من تشاء. നൂനിന് ശേഷം ഇഖ്ഫായിന്റെ അക്ഷരമായ താ വന്നിട്ടുള്ള. അപ്പോൾ എന്ത് ചെയ്യണം? മറിച്ച് മണിക്കണം. മൻ തശാഉ വതഹ്ദീ മൻ തശാ. അവിടെയും താ ആണ്. മൻ താ ആയതുകൊണ്ട്. ഇനി യാ ആണെങ്കിലോ നൂനിന് ശേഷം യാ വന്നെങ്കിൽ ഇദ്ഗാമും ബിഗുന്നയോ. അപ്പൊ പിന്നെ മൻ തശാ എന്ന് പറഞ്ഞാൽ പോരാ. മയ്യശാ. ഇവിടെ ഇപ്പൊ അവിടെ പറഞ്ഞതിന്റെ ശേഷമാണ് താവ് പറയുന്നത്. മൻ നേരെ മറ്റ് യാ ആണ് വന്നതെങ്കിൽ മൻ യാ എന്ന് പറയില്ല, മയ്യ. പിന്നെ അവിടെ മയ്യ, അവിടെ യാ ആണ് മണിക്കുന്നത്. യാ ആണ് മണിക്കുന്നത്. മറ്റോടത്ത് മൻ, ഇവിടെ ഇപ്പൊ മൻ തശാ എന്നുള്ളടത്ത്
മണിക്കുമ്പോൾ അവിടെ നൂന് മറിച്ച് മണിക്കുണ്ട്. മൻ തശാഉ മയ്യ എന്നാണെങ്കിൽ മയ്യഷ ആണെങ്കിൽ യാ ആണ് മണിക്കുന്നത്. മയ്യഷ രണ്ട് വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അൻത വലിയുനാ ഫഗ്ഫിർ ലനാ ഇവിടെ റാഇന് സുക്കൂന് മുമ്പ് കസറാണ് വന്നിട്ടുള്ളത്. തർക്കീക്ക് ചെയ്യണം. ഫഗ്ഫിർ ലനാ എന്ന് പറയും. ഫിർ ലനാ എന്ന് പറയത് ഫഗ്ഫിർ ഫിർ ഫഗ്ഫിർ ലനാ വർഹംനാ. കാരണം റാഇന് സുക്കൂന് മുമ്പ് കസറ വന്നതെങ്കിൽ തർക്കീക്ക് ചെയ്യണം. റാഇന് സുക്കൂന് മുമ്പ് ഫത്ഹ ലമ്മ ആണെങ്കിൽ ഇതുപോലെ വർ. അവിടെ റാഇന് സുക്കൂന് മുമ്പ് വാ എന്നാണ്, ഫത്ഹാണ്. അപ്പൊ പിന്നെ വർ എന്ന് പറയില്ല. അവിടെ നേരത്തെ റാഇനിക്ക് കസറാണ് ഒന്നെങ്കിൽ വിർ എന്ന് പറയും. വിർഹംനാന്ന്. ഓ അങ്ങനെ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെ ഓതുക? فاغفر لنا وارحمنا وأنت خير الغافرين. ഒന്നുകൂടെ. واختار موسى قومه 70 رجلا لميقاتنا فلما أخذتهم الرجفة قال رب لو شئت أهلكتهم من قبل وإياي أتهلكنا بما فعل السفهاء منا إن هي إلا فتنتك تضل بها من تشاء وتهدي من تشاء أنت ولينا فاغفر لنا وارحمنا وأنت خير الغافرين. واكتب لنا അവിടെ കാഫിന് സുക്കൂനാണ്. واكتب لنا في هذه الدنيا حسنة. അവിടെ നിർത്തണം. ഹസനതൻ എന്നുള്ളത് ഹസന ഹാത്തായി എപ്പോൾ നിർത്തുമ്പോഴും അവിടെ ഒരു ഹാ സുക്കൂനുള്ള ഹാ ആയിട്ട് മാറും. ഫി ഹാദി അവിടെ നിർത്തുമ്പോഴും ഹായിന് സുക്കൂൻ വരണം. ഫി ഹാദിഹി ദുനിയ ഹസന. ഇവിടെ ദുനിയ എന്ന് കണ്ടില്ലേ? നൂനിന്റെ ശേഷം സുക്കൂനുള്ള നൂനിന് ശേഷം യാ ആണ് വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞു നൂനിന്റെ ശേഷം യാ വന്നാൽ ഫിദ്ദുയ്യ എന്ന് പറയണമെന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെ പറയണ്ട. അതിൽ പെടാത്ത ഒരു വാക്കാണ് ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറ ഇന്നാ ഹുദിനാ ഇലൈക്. അവിടെ മദ്ദുണ്ട്. قال عذابي أصيب به من أشاء ورحمتي وسعت كل شيء فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون. واكتب لنا في هذه الدنيا حسنة وفي الآخرة إنا هدنا إليك قال عذابي يصيب به من أشاء. കാരണം നൂനിന്റെ ശേഷം ആ എന്ന ഹംസ വന്നു. ആ എന്ന് പറഞ്ഞ ആ ഇ ഉ ഇതാണ് ഹംസ. ഇദാറിന്റെ അക്ഷരമാണ്. അപ്പൊ ഇദാറിന്റെ അക്ഷരം വന്നാൽ എന്ത് ചെയ്യണം? നൂന് വ്യക്തമായിട്ട് പറയണം. മൻ അശാ എന്ന് പറയില്ല. മൻ അശാ വറഹ്മതി വസിഅത് കുല്ല ശൈഇ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുഅ്തൂന الزكاة والذين هم بآياتنا يؤمنون. الذين يتبعون الرسول النبي الأمي الذين يتبعون الرسول النبي الأمي. അവിടെ ശദ്ദുള്ള നൂനുണ്ട്, ശദ്ദുള്ള മീമുണ്ട്.
الذين يجدون مكتوبا عندهم في التوراة ها ആയിട്ട് മാറും يجد الذي يجدون مكتوبا عندهم في التوراة والإنجيل നിർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എവിടെ നിർത്തിയാലും നിർത്തുക എന്ന് പറയുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക. അപ്പോൾ അവിടെ നിർത്തി ഫിത്തൗറാത്തി വൽ ഇൻജീൽ. ലാമിന് സുക്കൂന് ചെയ്തു. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം നീട്ടാനില്ലെങ്കിൽ. നീട്ടാനുണ്ടെങ്കിൽ നീട്ടുക. ഇവിടെ അവസാനത്തെ അക്ഷരത്തിന് നീട്ടാനൊന്നുമില്ല. ലാമിന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരമാണ് വന്നതെങ്കിൽ അല്പം നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. വൽ ഇൻജീൽ യഅ്മുറുഹും അവിടെ നിർത്തി. മീമിന് സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പ് നീട്ടാനൊന്നുമില്ല. അപ്പോൾ പിന്നെ അവിടെ നീട്ടേണ്ട ആവശ്യമില്ല. യഅ്മുറുഹും ബിൽ മഅറൂഫ് അവിടെ നിർത്തി. ഫാഇന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുള്ള വാവ് വന്നു. ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകരി വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത് ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون قل يا أيها الناس إني رسول الله إليكم جميعا تنوين فتح ثم جميعا എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. قل يا أيها الناس إني رسول الله إليكم جميعا الذي له ملك السماوات والأرض لا إله إلا هو يحيي ويميت فآمنوا بالله ورسوله النبي الأمي الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون ومن قوم موسى أمة يهدون بالحق وبه يعدلون أمة يهدون بالحق ومن قوم موسى أمة يهدون بالحق وبه يعدلون وقطعناهم اثنتي عشرة أسباطا أمما تنوين شم همزة إضارة شنم
وأوحينا إلى موسى إذ استسقاه قومه أن اضرب بعصاك الحجر أن اضرب بعصاك الحجر فانبجست നൂനിൻ്റെ ശേഷം ബാവുന്നു. നേരത്തെ ആദ്യം പറഞ്ഞല്ലോ നൂനിൻ്റെ ശേഷം സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീലിൻ്റെ ശേഷം ഇവിടെ ഫ കഴിഞ്ഞിട്ടുള്ള ഒരു നൂനും ഉണ്ട് അല്ലേ. ആ നൂനിൻ്റെ ശേഷം ബ ആണ് വന്നിട്ടുള്ളത്. അപ്പം എന്ത് ചെയ്യണം? നൂനിൻ്റെ സ്ഥാനത്ത് മീമ് കൊടുക്കണം. മീമ് കൊടുത്തുകൊണ്ട് പറയണം. ഫൻ എന്ന് പറയുന്നതിന് ഫം മീമാകും. فانبجست منه 12 عينا قد علم كل أناس مشربهم وظللنا عليهم الغمام وأنزلنا عليهم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون. എല്ലാ നിയമങ്ങളും പറയുന്നില്ല, ബാക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മുമ്പ് പറഞ്ഞതൊക്കെ ശ്രദ്ധിക്കുക. وقطعناهم 12 أسباطا أمما وأوحينا إلى موسى إذ استسقاه قومه أن اضرب بعصاك الحجر فانبجست منه 12 عينا قد علم كل أناس مشربهم وظللنا عليهم الغمام وأنزلنا عليهم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون. وإذ قيل لهم اسكنوا هذه القرية وكلوا منها حيث شئتم وقولوا حطة وادخلوا الباب سجدا نغفر لكم خطيئاتكم سنزيد المحسنين. خطيئاتكم അവിടെ മദ് മുത്തസ്സിലാണ്, കുറച്ച് കേട്ടണം. വദ്ഖുലുൽ ബാബ സുജ്ജദൻ, അവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. സുജ്ജദൻ നഗ്ഫിർ ലക്കും ഖതീആതികും സനസീദുൽ മുഹ്സിനീൻ. ഒന്നുകൂടെ. വഇദ് ഖീല ലഹും ഉസ്കുനൂ ഹാദിഹിൽ ഖർയത വകുലൂ മിൻഹാ ഹൈഥു ശിഅ്തും وقولوا حطة وادخلوا الباب سجدا نغفر لكم خطيئاتكم سنزيد المحسنين. فبدل الذين ظلموا منهم قولا غير الذي قيل لهم فأرسلنا عليهم رجزا من السماء بما كانوا يظلمون. فبدل الذين ظلموا منهم قولا غير الذي വ്യക്തമാക്കണം. ശേഷമുള്ളത് വൈനാണ്, ഇളാന്റെ അക്ഷരമാണ്. ഇളാന്റെ അക്ഷരം എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കേണ്ടതാണ്. ശേഷമുള്ളത് ഇളാന്റെ അക്ഷരമാണെങ്കിൽ തൻവീന് വ്യക്തമാക്കുക. قولا غير الذي قيل لهم فأرسلنا عليهم رجزا من السماء بما كانوا يظلمون. واسألهم عن القرية التي كانت حاضرة البحر إذ يعدون في السبت إذ تأتيهم حيتانهم يوم سبتهم شرعا ويوم لا يسبتون لا تأتيهم كذلك نبلوهم بما كانوا يفسقون.
واسألهم عن القرية التي كانت حاضرة البحر إذ يعدون في السبت إذ تأتيهم حيتانهم يوم سبتهم شرعا ويوم لا يسبتون لا تأتيهم كذلك نبلوهم بما كانوا يفسقون وإذ قالت أمة منهم لم تعظون قوما الله തൻവീൻ വന്നു. തൻവീന് ശേഷം വസ്ലിന്റെ ഹംസ ലാം വരുന്ന സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? ഖൗമനി, അവിടെ നീ എന്ന് വരണം. ഖൗമനില്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദാ ഖാലൂ മഅദിറതൻ ഇലാ റബ്ബികും വലഅല്ലഹും യത്തഖൂൻ. മഅദിറതൻ എന്ന് വ്യക്തമാക്കിയത് ശേഷമുള്ളത് ഇദ്ഹാറിന്റെ അക്ഷരമായതുകൊണ്ട് ഈ എന്നതുകൊണ്ടാണ്. وإذ قالت أمة منهم لم تعظون قوما الله مهلكهم أو معذبهم عذابا شديدا قالوا معذرة إلى ربكم ولعلهم يتقون فلما نسوا ما ذكروا به أنجينا الذين ينهون عن السوء وأخذنا الذين ظلموا بعذاب بئيس بما كانوا يفسقون فلما نسوا ما ذكروا به أنجينا الذين ينهون عن السوء وأخذنا الذين ظلموا بعذاب بئيس بما كانوا يفسقون الذين ظلموا بعذاب بئيس بما كانوا يفسقون. അടുത്ത ബിഅദാബിൻ എന്ന് തെൻവീനാണ്. തെൻവീന്റെ ശേഷം ബ ആണ്. അപ്പോൾ അവിടെ തെൻവീനെ ബ ആക്കി വരണം. ബിഅദാബിൻ ബഈസിൻ അവിടെ വരണം. തെൻവീന്റെ ശേഷം ബ ആയതുകൊണ്ടാണ് അവിടെ രണ്ട് മീമിന്റെ ചിഹ്നം കൊടുത്തിട്ടുള്ളത്. മീം വരണം. ബിഅദാബിൻ ബഈസിൻ ബിമാ കാനൂ യഫ്സുഖൂൻ فلما نسوا ما ذكروا به أنجينا الذين ينهون عن السوء وأخذنا الذين ظلموا بعذاب بئيس بما كانوا يفسقون فلما عتوا عما نهوا عنه قلنا لهم كونوا قردة خاسئين فلما عتوا عما نهوا عنه قلنا لهم كونوا قردة خاسئين وإذ تأذن ربك ليبعثن عليهم إلى يوم القيامة من يسومهم سوء العذاب إن ربك لسريع العقاب وإنه لغفور رحيم وإذ تأذن ربك ليبعثن عليهم إلى يوم القيامة من يسومهم سوء العذاب إن ربك لسريع العقاب وإنه لغفور رحيم وقطعناهم في الأرض أمما منهم الصالحون ومنهم دون ذلك
وبلوناهم بالحسنات والسيئات لعلهم يرجعون وقطعناهم في الأرض أمما منهم الصالحون ومنهم دون ذلك وبلوناهم بالحسنات والسيئات لعلهم يرجعون فخلف من بعدهم നൂനിന്റെ ശേഷം ബാ വന്നു നൂനിനെ മീമാക്കി മാറ്റണം മിം بعدهم خلف ورثوا الكتاب خلف ورثوا الكتاب തൻവീന് ശേഷം വാവാണ് ഖൽഫുൻ എന്ന് പറയാതെ ഖൽഫു വരിസുൽ കിതാബ യഖുദൂന അറള ഹാദൽ അദ്ന ويقولون سيغفر لنا وإن يأتهم عرض مثله يأخذوه ألم يؤخذ عليهم ميثاق الكتاب ألا يقولوا ألا نون ശേഷം ലാം വന്നു ലാമ റ വന്നാൽ കൂട്ടി യോജിപ്പിക്കുക വേറൊന്നും ചെയ്യണ്ട അല്ലാ യഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ് വദറസൂ മാ ഫീഹി വദ്ദാറുൽ ആഖിറതു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ അഫലാ തഅഖിലൂൻ فخلف من بعدهم خلف ورثوا الكتاب يأخذون عرض هذا الأدنى ويقولون سيغفر لنا وإن يأتهم عرض مثله يأخذوه ألم يؤخذ عليهم ميثاق الكتاب ألا يقولوا على الله إلا الحق ودرسوا ما فيه والدار الآخرة خير للذين يتقون أفلا تعقلون والذين يمسكون بالكتاب وأقاموا الصلاة إنا لنضيع أجر المصلحين والذين يمسكون بالكتاب وأقاموا الصلاة إنا لا نضيع أجر المصلحين 170 വരെയാണ് ഓതിയത് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയ ഖിറാഅത്തിനെ നമ്മിൽ നിന്നും പരിപൂർണമായിട്ടും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു പ്രാവശ്യം കൂടി ഓതി നോക്കണം ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, ദുനിയയും ഉഖ്റവിയുമായ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. നമ്മിൽ നിന്നും പലരും ഹജ്ജിനൊക്കെ പോകുന്ന സമയമാണ്. റഹ്മാനെ റബ്ബെ, യാത്രകളൊക്കെ നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ, നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. ഇതിൻ്റെ വഴികളെല്ലാം തുറന്നു കൊടുക്കണേ റഹ്മാനെ. ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല റാഹത്തായിട്ട് പോകാനും പോയിട്ട് നല്ല റാഹത്തായിട്ട് തിരിച്ചു വരാനൊക്കെ ഉള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഹജ്ജ് ചെയ്ത ആളുകളൊക്കെ ഉണ്ട് റഹ്മാനെ റബ്ബെ, അവർക്ക് നീ കബൂലാക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. വരുന്ന വർഷങ്ങളിലായിട്ട് ഞങ്ങൾക്കും പോകാനുള്ള അതിനുള്ള എല്ലാവിധ വഴികളും നീ തുറന്നു തന്ന് സന്തോഷത്തോടുകൂടെ പോകാനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാനെ. അതിനുള്ള സാഹചര്യം നൽകണം റഹ്മാൻ. അതിനുള്ള സന്മനസ് നീ നൽകണം റഹ്മാൻ. സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ആളുകൾ കവിൻ്റെ പരമാവധി പോകാൻ വേണ്ടി നോക്കുക ഇൻഷാ അല്ലാഹ്. ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഏതായാലും പോകണം. ആ ഒരു തീരുമാനം നമ്മൾ ഇപ്പം തന്നെ എടുക്കണം ഇൻഷാ അല്ലാഹ്. ഏതെങ്കിലും നിലക്ക് അതിനൊക്കെ കഴിയുന്ന ആളുകൾ അത് പോകാൻ നിർബന്ധമാണ്. പിന്നെ നമ്മൾ ബാധ്യതകളൊന്നും ഇല്ല, പിന്നെ വീട്ടാതെ നമ്മളൊക്കെ മരണപ്പെട്ടു പോകുകയാണെങ്കിൽ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സൊക്കെ നൽകട്ടെ. മരിച്ചു പോയാൽ ഏതായാലും അതിപ്പോൾ മക്കൾ ആരെങ്കിലുമൊക്കെ ചെയ്യും, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾ നമുക്ക് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ, ഹജ്ജ് നിർബന്ധമുള്ള ആളുകളാണെങ്കിൽ ഏതായാലും അതിപ്പോൾ നമ്മളെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളല്ലെങ്കിൽ മറ്റൊരാൾ അത് ചെയ്യേണ്ടി വരും. അതൊരു കടമയാണ്, ഒരു ബാധ്യതയാണ്. അപ്പോൾ ആ ഒരു ബാധ്യത വേറെ ആൾ വീട്ടുന്നതിന് പകരം നമ്മൾ തന്നെ വീട്ടാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് തന്നെ റാഹത്തായിട്ട് പോയി തിരിച്ചു വരാനൊക്കെ ഉള്ള
കഴിവും എല്ലാം കൊണ്ട് നമ്മൾ ഒത്ത ആളാണെങ്കിൽ പിന്നെ നമ്മളെ തന്നെ പോയാൽ മതിയല്ലോ. നമ്മളെ ഇവിടെ സമ്പത്ത് ബാക്കി വെച്ചിട്ട് കടമകളൊക്കെ ഉണ്ടായിട്ട് പിന്നെ അത് ബാക്കി വെച്ചിട്ട് മറ്റൊരാൾ വീട്ടേണ്ട ഒരവസ്ഥ, അതിനെക്കാട്ടും നല്ലത് ഏറ്റവും നമ്മൾ തന്നെ അത് വീട്ടിലാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ അതിന് അർത്ഥമല്ലല്ലോ, അല്ലെങ്കിൽ ഇനി കുറച്ച് കഴിയട്ടപ്പോൾ വയസ്സായിട്ടില്ലല്ലോ എന്ന ചിന്തകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ശബ്ദം ശ്രമിക്കുന്ന ആളുകളൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് നാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഒക്കെ ഉണ്ടാവും. നല്ല നിലയ്ക്ക് അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഏതായാലും ഇപ്പോൾ അത് ചെയ്യണം. നമ്മൾ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യും. അതിപ്പോൾ വേറെ ഒരു മാർഗത്തിലേക്ക് നീക്കാൻ പറ്റൂല. സമ്പത്തുണ്ടായിട്ട് മരണപ്പെട്ടാൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമുക്കതിന് കഴിവുണ്ടായിട്ട് നമ്മൾ മരണപ്പെട്ടാൽ ഏതായാലും നമുക്ക് ചെയ്യൽ നിർബന്ധമാണ്. അതിപ്പോൾ ആ സമ്പത്ത് ഇനി മക്കൾക്ക് എടുക്കാൻ പറ്റൂല, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകൾക്ക്, അതിനത് അനന്തരവാസികൾക്ക് ഒരു കാരണവശാലും എടുക്കാൻ പറ്റൂല. ഇത് കഴിഞ്ഞിട്ടേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഏതായാലും അത് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് വെറുതെ ഇങ്ങനെ മാറ്റി വെക്കാതെ അത് നമ്മൾ എന്ത് ചെയ്യുക, കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മറ്റുള്ളവരോട് നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇങ്ങനെ പറയുന്ന ആളുകളോടൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഉണർത്തിയിട്ട് ഇൻഷാ അല്ലാഹ് വരുന്ന വർഷം തന്നെ പോകുന്ന ആ രൂപത്തിലേക്ക് എന്ത് ചെയ്യുക, നമ്മളത് അതിനെ എത്തിക്കുക. അതിനുള്ളൊരു മാർഗങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കുക. അതിപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണ് പറയുക, പറഞ്ഞാലിപ്പോൾ എന്തെങ്കിലും വിചാരിക്കുമോ എന്നല്ല, നമ്മൾ നല്ല നിലക്ക് പറയാം. വിഷയങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട്, നമ്മളെ മക്കളാണെങ്കിൽ മക്കൾ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകളാണെങ്കിൽ കൂട്ടുകാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നല്ല നിലക്ക് സൗഹൃദത്തിൻ്റെ നിലക്ക് നമ്മൾ എന്ത് ചെയ്യുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതെന്താണ് അജ്ജിന് പോകാത്ത ആ രൂപത്തിലല്ല, നല്ല രൂപത്തിൽ എന്ത് ചെയ്യുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അതിനൊക്കെ വേണ്ടി തയ്യാറാകുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തിക്കാം. ഇൻഷാ അല്ലാഹ് അവരൊക്കെ പോവുകയാണെങ്കിൽ അതിനൊക്കെ ഒരു പ്രതിഫലം നമുക്ക് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുള്ള തൗഫീഖ് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാർ, അതിനുള്ള സന്മനസ്സും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകമായിട്ട് ഒരുപാട് ആളുകൾ മനസ്സ് നന്നാവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ മറ്റുള്ളവരെ മനസ്സ് നന്നാകാൻ വേണ്ടിയൊക്കെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മളാദ്യം നമ്മളെ മനസ്സ് നന്നാകാൻ വേണ്ടിയാണ് ദുആ ചെയ്യേണ്ടത്. എന്ത് വിചാരിച്ചാൽ നമ്മളെ മനസ്സ് തന്നെയാണ് മോശമായ മനസ്സ്. അപ്പോൾ അത് ആദ്യം ക്ലിയർ ആവുകയും മറ്റുള്ളവരെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ മനസ്സൊക്കെ ക്ലിയർ ആവുകയും ഒക്കെ ചെയ്യാം. നമ്മൾ ദുആ ചെയ്യണം മറ്റുള്ളവരെ മനസ്സ് നന്നാക്കണമെന്നല്ല, ആദ്യം എൻ്റെ സ്വന്തം നഫ്സ് നന്നാക്കണേ റഹ്മാനെ, അതിൻ്റെ കൂടെ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെ മനസ്സ് നന്നാക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കുക. കാരണം നമുക്കൊരു തോന്നലാണ്, നമ്മൾ അത്യാവശ്യം തിരക്കടില്ല എന്നുള്ളത് തോന്നുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ നന്നാകാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നത്. ഏതായാലും നമ്മൾ നന്നാകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, നമ്മൾ അങ്ങനെ തന്നെ ദുആ ചെയ്യുന്നാലും വിഷയം പറഞ്ഞത് മാത്രം. നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം, പഠിച്ചോനെ മക്കളെ നന്നാക്കണമെന്നല്ലേ, മക്കളും നന്നാക്കണമെന്നല്ല, നമ്മൾ നന്നാകണം. നമ്മൾ നന്നായാൽ സ്വാഭാവികമായിട്ടും മക്കളും നന്നാവും. അപ്പോൾ ആ ഒരു രൂപത്തിലാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. നമ്മൾ വിഷയങ്ങളൊക്കെ ഒരു താൽക്കാലികമായ ഒരു വിഷയമല്ല നമ്മളിപ്പോൾ ദുആ ചെയ്യേണ്ടത്. നമ്മൾ എന്തൊരു വിഷയം ആഫിയത്ത് ദീർഘായുസ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുമ്പോൾ പഠിച്ചോനെ അതൊരു ദീർഘായുസ് എന്തിനാന്നുള്ളതും കൂടി നമുക്കൊരു ബോധമാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടെങ്കിലും നമ്മളൊരു ബോധത്തോടു കൂടെ തന്നെ ദുആ ചെയ്യുന്ന സംഗതി ആയിരിക്കണം. താൽക്കാലികമായ എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടി ദുആ ചെയ്യുന്നവരാകാൻ പാടില്ല. നമ്മൾ സ്ഥായിയായിട്ട് നിൽക്കുന്ന ഒരാവശ്യം പറഞ്ഞുകൊണ്ടായിരിക്കണം എപ്പോഴും ദുആ ചെയ്യേണ്ടത്. അല്ലാഹുവേ, സ്വർഗീയ ലോകത്തേക്ക് എത്തുന്ന രൂപത്തിൽ ഞങ്ങളെ മക്കളിൽ നിന്ന് നന്നാക്കണ റഹ്മാനെ, നീ നന്നാക്കി തരണ റഹ്മാനെ, നീ തൗഫീഖ് നൽകണ റഹ്മാൻ. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, ഞങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ നീ ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യണ റഹ്മാനെ, ആഫിയത്തും ദീർഘായുസ് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ, ആഫിയത്തും ദീർഘായുസ് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ദീനീയ ഖിദ്മയിലായിക്കൊണ്ട് ഇബാദത്തിലായിക്കൊണ്ട് മറ്റുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആനൊക്കെ പാരായണം ചെയ്തുകൊണ്ട് ജീവിക്കാനും ആഫിയത്തോടുകൂടെ ദീർഘായുസോടുകൂടെ തൗഫീഖ് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. മരണം വരെ റഹ്മാനെ റബ്ബെ ദീനിയിലായിക്കൊണ്ട് ഇബാദത്തിലായിക്കൊണ്ട് മറ്റുള്ള കർമ്മങ്ങളിലായിക്കൊണ്ട് ഒരു ബാധ്യതമില്ലാതെ തന്നെ റഹ്മാനെ റബ്ബെ എല്ലാ ബാധ്യതകളും വീട്ടിക്കൊണ്ട് നല്ല റാഹത്തായിട്ട് ഈ ലോകത്തുനിന്ന് വിട പറയാൻ നീ തൗഫീഖ് നൽകണ അല്ലാഹ്, നീ തൗഫീഖ് നൽകണ റഹ്മാനെ, നീ തൗഫീഖ് നൽകണ റഹ്മാനെ. ആരെല്ലാം ദുആ കൊണ്ട് വസിയത്തുണ്ട് എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പരിപൂർണമായിട്ടും നീ കബൂലാക്കണ റഹ്മാനെ. ഞങ്ങളെ ദുന്യവിയും മുഖ്റവിയുമായ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ, നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ. ഞങ്ങൾ ആഖിബത്തിൽ നന്നാക്കി തരണ റഹ്മാനെ, അവസാനം നീ നന്നാക്കി തരണ റഹ്മാനെ. മരണം ഹൈറാകുന്ന സമയത്ത് ലാ
ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബേ ആ ഒരു സമയത്തെങ്കിലും ഞങ്ങളെ മുത്തായ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖം കണ്ടുകൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് നീ നൽകണ റഹ്മാനെ. മുത്ത് നബിയെ മനാമിലെങ്കിലും കാണാൻ നീ തൗഫീഖ് നൽകണ റഹ്മാനെ. നീ തൗഫീഖ് നൽകണ റഹ്മാനെ. സ്വപ്നത്തിലെങ്കിലും കാണാനുള്ള തൗഫീഖ് നീ നൽകണ റഹ്മാനെ. അല്ല യഖദത്തിൽ തന്നെ കാണാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. ഈ തൗഫീഖ് നൽകണ റഹ്മാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് പോയിക്കൊണ്ട് സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബി യാ റസൂലുള്ളാഹ് എന്ന് സ്വലാത്തും സലാമും ധാരാളം പ്രാവശ്യം പറയാൻ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബന അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ. ഞങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവർക്ക് ഹദറത്തിലെ ഖബറിലേക്ക് ഈനാസായി നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾ ഈ ഓതിയത് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ നിന്ന് പാങ്കിൽ നിന്ന് വാൽപ്പാറയിൽ മരണപ്പെട്ടു പോയ മിനിയങ്ങളായ ആളുകൾക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്ത് നൽകണം റഹ്മാനെ. നീ മഗ്ഫിറത്തും മർഹമത്ത് നൽകണം റഹ്മാനെ. അവരൊക്കെ ബർസഖിയായ ജീവിതം നീ റാഹത്തിലായി കൊടുക്കണം റഹ്മാനെ. ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ റഹ്മാനെ റബ്ബേ, ആരെല്ലാം റഹ്മാനെ റബ്ബേ ആ ഒരൊറ്റ ഒരു പ്രയാസം, ആ ഒരു ദുരന്തത്തിൽ തന്നെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് റഹ്മാനെ റബ്ബേ. റഹ്മാനായ റബ്ബെ അവരെ കുടുംബത്തിന് ആരൊക്കെയുണ്ടോ അവർക്ക് കുടുംബത്തിന് നീ ക്ഷമ പ്രദാനം ചെയ്യണം റഹ്മാന്. അവരുടെ മക്കൾക്ക് നീ ക്ഷമ പ്രദാനം ചെയ്യണം റഹ്മാന്. അവരുമായി ബന്ധപ്പെട്ടവർക്ക് നീ ക്ഷമ പ്രദാനം ചെയ്യണം റഹ്മാന്. അവരുടെ കൂട്ടുകാർക്ക്, അയൽവാസികൾക്ക്, നാട്ടുകാർക്ക് റഹ്മാനെ റബ്ബെ എല്ലാവർക്കും നീ ക്ഷമ നൽകണം റഹ്മാനെ. സ്വബർ നൽകണം റഹ്മാനെ. ജസാ നൽകണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ എല്ലാം കൊണ്ടും നീ ഐശ്വര്യം നൽകണം റഹ്മാനെ. അവർക്ക് നീ ഖൈറായത് മറ്റൊന്നിനെ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, റഹ്മാനെ റബ്ബെ അവർക്കൊക്കെ നീ എല്ലാം കൊണ്ടും സന്തോഷവും സമാധാനവും നീ കൊടുക്കണം റഹ്മാനെ. നീ കൊടുക്കണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ അവരെ ക്ഷമിച്ചതിലൊക്കെ അർഹമായ പ്രതിഫലം നീ കൊടുക്കണം റഹ്മാനെ. നീ കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ റഹ്മാനെ റബ്ബെ മുഅ്മിനീങ്ങളായ എല്ലാ ആളുകൾക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണം അല്ലാഹ്. മർഹമത്ത് കൊടുക്കണം റഹ്മാനെ. സ്വർഗീയ ലോകത്തിന് നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. ഈ സ്വർഗീയ അനുഭൂതി അനുഭവിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. റബ്ബന അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. إن شاء الله നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഓതി നോക്കാം. بسم الله الرحمن الرحيم. ولما سكت عن موسى الغضب أخذ الألواح وفي نسختها هدى ورحمة للذين هم لربهم يرهبون. واختار موسى قومه 70 رجلا لميقاتنا فلما أخذتهم الرجفة قال رب لو شئت أهلكتهم من قبل وإياي أتهلكنا بما فعل السفهاء منا إن هي إلا فتنتك تضل بها من تشاء وتهدي من تشاء أنت ولينا فاغفر لنا وارحمنا وأنت خير الغافرين. واكتب لنا في هذه الدنيا حسنة وفي الآخرة إنا هدنا إليك. قال عذابي أصيب به من أشاء ورحمتي وسعت كل شيء فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر
ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون قل يا أيها الناس إني رسول الله إليكم جميعا الذي له ملك السماوات والأرض لا إله إلا هو يحيي ويميت فآمنوا بالله ورسوله النبي الأمي الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون ومن قوم موسى أمة يهدون بالحق وبه يعدلون وقطعناهم 12 أسباطا أمما وأوحينا إلى موسى إذ استسقاه قومه أن اضرب بعصاك الحجر فانبجست منه 12 عينا قد علم كل أناس مشربهم وظللنا عليهم الغمام وأنزلنا عليهم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون وإذ قيل لهم اسكنوا هذه القرية وكلوا منها حيث شئتم وقولوا حطة وادخلوا الباب سجدا نغفر لكم خطيئاتكم سنزيد المحسنين فبدل الذين ظلموا منهم قولا غير الذي قيل لهم فأرسلنا عليهم رجزا من السماء بما كانوا يظلمون واسألهم عن القرية التي كانت حاضرة البحر إذ يعدون في السبت إذ تأتيهم حيتانهم يوم سبتهم شرعا ويوم لا يسبتون لا تأتيهم كذلك نبلوهم بما كانوا يفسقون وإذ قالت أمة منهم لم تعظون قوما الله مهلكهم أو معذبهم عذابا شديدا قالوا معذرة إلى ربكم ولعلهم يتقون فلما نسوا ما ذكروا به أنجينا الذين ينهون عن السوء وأخذنا الذين ظلموا بعذاب بئيس بما كانوا يفسقون فلما عتوا عما نهوا عنه قلنا لهم كونوا قردة خاسئين وإذ تأذن ربك ليبعثن عليهم إلى يوم القيامة من يسومهم سوء العذاب إن ربك لسريع العقاب وإنه لغفور رحيم وقطعناهم في الأرض أمما منهم الصالحون ومنهم دون ذلك وبلوناهم بالحسنات والسيئات لعلهم يرجعون فخلف من بعدهم خلف ورثوا الكتاب يأخذون عرض هذا الأدنى ويقولون سيغفر لنا وإن يأتهم عرض مثله يأخذوه ألم يؤخذ عليهم ميثاق الكتاب ألا يقولوا
ألا يقولوا على الله إلا الحق ودرسوا ما فيه والدار الآخرة خير للذين يتقون أفلا تعقلون والذين يمسكون بالكتاب وأقاموا الصلاة إنا لا نضيع أجر المصلحين صدق الله العلي العظيم.